ഓണമൊക്കെ ഇങ്ങനെ അടുക്കാറായില്ലേ. അപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്യണ്ടേ. അപ്പോൾ നമ്മുടെ സദ്യയിലെ മെയിനായിട്ടായിട്ടുള്ള അവിയൽ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തേങ്ങ, 1 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 8 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 8 പച്ചമുളക്, അത്യാവശ്യം എരിവെള്ള മുളക് തന്നെയാണ് കേട്ടോ, അതൊരു 8 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചതച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഞാൻ ക്യാരറ്റ്, കുമ്പളങ്ങ, അതുപോലെ ഉരുളക്കിഴങ്ങ്, പച്ചക്കായ, ബീൻസ്, ചേന, മുരിങ്ങക്കായ അങ്ങനെ കേട്ടോ എടുത്തിട്ടുള്ളത്. ചേനയൊക്കെ നല്ല നൈസായിട്ട് വേണം കേട്ടോ അരിയാൻ. അത് കുറച്ച് വേവുള്ള ഐറ്റം ആയതുകൊണ്ട് നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അതൊരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുരിങ്ങക്കായ 2 എണ്ണം, ബീൻസും ഒരു 8-10 എണ്ണം അതെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് വലുത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. കുമ്പളങ്ങ ചെറിയ പീസ്, ഉരുളക്കിഴങ്ങ് ഒരു വലിയ ഒന്നാട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇത് വന്നതിന് ശേഷം മിക്സ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, ഉടഞ്ഞു പോകാതെയൊക്കെ ശ്രദ്ധിക്കണേ. അപ്പോൾ ആദ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടൂല, വെള്ളം വറ്റി പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് വാഴയില ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടെ വരുമ്പോൾ അവിയലിന് പ്രത്യേക രുചിയാണ് കേട്ടോ. അങ്ങനെ വാഴയില കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കത് ഇടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കുക, എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അങ്ങനെ കഷ്ണങ്ങളൊന്നും ഉടയാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ നല്ല വെള്ളമുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അത് പച്ചക്കറികളൊക്കെ കുക്കാവുമ്പോഴേക്കും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും കേട്ടോ. വീണ്ടും ഞാൻ വാഴയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തുറന്നു അടച്ചുമായിട്ട് നമുക്കിതിങ്ങനെ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. വെള്ളം ഒന്ന് വറ്റിയിട്ടില്ല, കുക്കായതിനു ശേഷം വെള്ളം വറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ആ ഒരു തേങ്ങ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് മെല്ലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും ആ ഒരു തേങ്ങ ചൂടാകുന്ന രീതിയിൽ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ആ ഒരു വാഴയിൽ വെച്ചിട്ട് ഒന്ന് അടച്ചിട്ട് ആ ഒരു തേങ്ങ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ അടി പിടിക്കാനൊക്കെ, അപ്പോൾ ചെറിയ തീയിൽ ഇട്ടാൽ മതി. ഏത് പാത്രമായാലും ചെറിയ തീയിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് തേങ്ങ ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതാ ഒരു 5 മിനിറ്റൊക്കെ ചെറിയ തീയിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്, ആവിയൊക്കെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കൊരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിലർ തൈരിന് പകരം തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ തൈരാട്ടോ ചേർത്ത് കൊടുക്കാറ്. തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പാലക്കാട് സൈഡിലൊക്കെ ഈ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല, വെള്ള കളറിലുള്ള അവിയലാണ് തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള നാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ അതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ കൂടെ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വാങ്ങി വെക്കാം കേട്ടോ. ഇനി ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ അവിയൽ തയ്യാറാക്കിയെടുക്കാറ്? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഈ രീതിയിലാട്ടോ തയ്യാറാക്കിയെടുക്കാറ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാതെ വീഡിയോസ് കാണുമെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്